ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു eureka. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ടൈപ്പ് സ്റ്റാർ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതിന് മുമ്പത്തെ വീഡിയോസിൽ ഞാൻ ഇൻക്രീസിങ് ഡിക്രീസിങ് ടൈപ്പ് സ്റ്റാർ പാറ്റേൺസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഒരു ലിമിറ്റ് വരെ ഇൻക്രീസ് ചെയ്തിട്ട് പിന്നെ ഡിക്രീസ് ചെയ്യുന്നത് എങ്ങനെയാണ്, അങ്ങനത്തെ ടൈപ്പ് പാറ്റേൺസ് ഒക്കെ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കാണ്, ചാനലിൽ അതൊരു പ്ലേലിസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പുതിയൊരു സ്റ്റാർ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ടൈപ്പ് സ്റ്റാർ പാറ്റേൺ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്രീസിങ് ഓർഡറിലാണ്, പക്ഷേ ഇതിന് മുമ്പ് സ്പേസും കൂടി ഇട്ട് വേണം ഇത് പ്രിന്റ് ആവാൻ. ഓക്കെ, അപ്പോൾ ഈ പർട്ടിക്കുലർ ടൈപ്പ് സ്റ്റാർ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങളൊരു പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം അത് അനലൈസ് ചെയ്യുക, അത് എന്തിൻ്റെയൊക്കെ കോമ്പിനേഷൻ ആണെന്ന്. ഇപ്പോൾ ഇതെന്ന് പറയുന്നത് കുറച്ച് സ്പേസുകളുണ്ട് ഇതിന് മുമ്പ്, അതിന് ശേഷമാണ് സ്റ്റാർ പ്രിന്റ് ആയിരിക്കുന്നത്. അതായത് ഈ പാറ്റേൺ നമ്മൾ മുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം കുറച്ച് സ്പേസ്, അതായത് ആദ്യത്തെ റോയിൽ ഒരു സ്പേസ്, 2 സ്പേസ്, 3 സ്പേസ്, 4 സ്പേസ്, 5 സ്പേസ്, ഇങ്ങനെ സ്പേസ് പ്രിന്റ് ആവുന്നുണ്ട്. ഓക്കെ, അതിനുശേഷമാണ് ഈ സ്റ്റാർ പ്രിന്റ് ആയിരിക്കുന്നത്. അതായത് ഈ സ്പേസിന്റെയും സ്റ്റാറിന്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ് ഈ പാറ്റേൺ. ഇത് രണ്ടും കൂടെ കൂടി ചേർന്നതാണ് ഈ പാറ്റേൺ. അപ്പോൾ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പേസിനെ ഹാൻഡിൽ ചെയ്യാനും ഒരു ലൂപ്പ് എഴുതണം, അതുപോലെ തന്നെ ഈ സ്റ്റാർ പാറ്റേൺ പ്രിന്റ് ചെയ്യാനും ഒരു ലൂപ്പ് എഴുതണം. രണ്ടിനും പ്രത്യേകം ലൂപ്പ് കൊടുക്കണം. ഇനി ഇതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പാറ്റേൺ ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം സ്പേസ് ഇട്ടതിന് ശേഷമാണ് സ്റ്റാർ പ്രിന്റ് ആയിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് റോയിൽ ഒരു സ്പേസ്, സെക്കൻഡ് റോയിൽ 2 സ്പേസ്, പിന്നെ 3 സ്പേസ്, അങ്ങനെ സ്പേസ് ഇൻക്രീസ് ചെയ്ത് വരികയാണ്. പിന്നെ സ്റ്റാർ പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ 5 സ്റ്റാർ ഫസ്റ്റ് റോയിൽ, പിന്നെ സ്റ്റാറിന്റെ എണ്ണം കുറഞ്ഞു വരുന്നു. ഓക്കെ, അപ്പോൾ ഈ രണ്ടിനെയും ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു ലൂപ്പാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഏതൊരു പാറ്റേൺ കിട്ടിയാലും അതിന്റെ ആദ്യം റോ കൗണ്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ് കാണും. അതാണ് ഔട്ടർ മോസ്റ്റ് ലൂപ്പ്. അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പോൾ ഈ പാറ്റേണിന്റെ റോയുടെ കൗണ്ടിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ 4 ലൂപ്പ്. ഓക്കെ, അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇനി ഇതിന്റെ അകത്ത് നമ്മൾ 2 ലൂപ്പ് എഴുതണം. അതായത് ഒന്ന് ഈ സ്പേസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൂപ്പ്, അതിനകത്ത് പ്രിന്റ് ചെയ്യേണ്ടത് സ്പേസ് ആയിരിക്കണം. പിന്നെ രണ്ടാമത് ഒരു ലൂപ്പും കൂടി വേണം. അത് പ്രിന്റ് ചെയ്യേണ്ടത് ഏത് പാറ്റേൺ ആണോ, ഇപ്പോൾ സ്റ്റാർ ആയിരിക്കും, ഹാഷ് ആയിരിക്കും, പിന്നെ ഡോളർ സിമ്പിൾ ആയിരിക്കും, അങ്ങനെ ഏത് സിമ്പിളാണോ അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലൂപ്പ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ജനറൽ സ്ട്രക്ചർ മനസ്സിലായി കാണുമല്ലോ. ആദ്യം റോ കൗണ്ടിനെ ഹാൻഡിൽ ചെയ്യാനുള്ള ഔട്ടർ ലൂപ്പും ഇന്നർ ലൂപ്പിനകത്ത് ഇതിനകത്ത് എന്തൊക്കെ ചേർന്ന ഒരു പാറ്റേൺ ആണ് ഇതെന്ന് നമ്മൾ അനലൈസ് ചെയ്യുക. അപ്പോൾ ഇത് സ്പേസിന്റെ സ്റ്റാറിന്റെ കോമ്പിനേഷൻ ആയതുകൊണ്ട് അത് രണ്ടും ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ലൂപ്പ് എഴുതണം. ഓക്കെ, അപ്പോൾ ഇത് പിടികിട്ടിയല്ലോ. ഇനി ഇത് പ്രോഗ്രാമാറ്റിക്കലി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഓക്കെ, ഞാനിപ്പോൾ അതിനുവേണ്ടി സ്റ്റാർ പാറ്റേൺ 4 എന്ന് പറഞ്ഞൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു മെയിൻ ഫംഗ്ഷൻ ഉണ്ട്. ഇനി നമ്മൾ ആദ്യം എന്താണ് എഴുതേണ്ടത്, റോയെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൂപ്പ്, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എഴുതണം for int I = 1, I <= 5. എൻ്റെ പാറ്റേണിന് 5 റോയാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, I <= 5, I++. ഇപ്പം നിങ്ങളുടെ പാറ്റേണിന് 10 റോ ആണെങ്കിൽ I <= 10 എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ റോയെ ഹാൻഡിൽ ചെയ്യാനുള്ള ലൂപ്പ് എഴുതി. അത് കോൺസ്റ്റന്റ് ആയിരിക്കും. എല്ലാ ലൂപ്പിനും ഈ റോയുടെ ഇത് കൊടുക്കുന്നത് സെയിം ആയിരിക്കും. പിടികിട്ടിയല്ലോ. ഇനി എന്താണ്, ഇപ്പം നിങ്ങൾ പാറ്റേൺ നോക്കിയാൽ കാണാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പേസിന്റെ ആണ് നമ്മൾ എഴുതേണ്ടത്. സ്പേസ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ആദ്യത്തെ റോയിൽ ഒരു സ്പേസ്, രണ്ടാമത്തെ റോയിൽ 2 സ്പേസ്, അങ്ങനെ 5ാമത്തെ റോയിൽ 5 സ്പേസ്. അതായത് റോയുടെ കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ സ്പേസിന്റെ എണ്ണം. അതായത് ഏത് റോയിലാണോ നിൽക്കുന്നത് അത്രയും സ്പേസ് പ്രിന്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് റോയിൽ എത്തിയപ്പോൾ ഒരു സ്പേസ്, പിന്നെ 2 സ്പേസ്, അങ്ങനല്ലേ? അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് സ്പേസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് ലൂപ്പ് എഴുതുക. അപ്പം നമ്മൾ കൊടുക്കണം for int. ഇപ്പോൾ ഐ നമ്മൾ ഓൾറെഡി കൊടുത്തല്ലോ, അപ്പോൾ ജെ എന്ന് കൊടുക്കുക. ജെ = 1, ജെ <= I, ജെ ++. ഓക്കെ, ഇത് മനസ്സിലായില്ലെങ്കിൽ ഇത് ചെയ്യുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. അതായത് നമ്മുടെ റോയുടെ കൗണ്ടിനെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മുടെ സ്പേസിന്റെ കൗണ്ടും കിടക്കുന്നത്, ശരിയല്ലേ? അതായത് റോ 1 ആവുമ്പോൾ സ്പേസ് 1, റോ 2 ആവുമ്പോൾ 2 സ്പേസ്. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഇതിനകത്ത് എന്താണ് പ്രിന്റ് ആവേണ്ടത്, സ്പേസ്, ശരിയല്ലേ? അപ്പോൾ സിസ് ഔട്ടിനകത്ത് ജസ്റ്റ് എംപ്റ്റി സ്പേസ് കൊടുക്കുക. പിന്നെ ഇത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ ഒരു റോയിലാണ് സ്പേസ് പ്രിന്റ് ചെയ്യേണ്ടത്, ശരിയല്ലേ? അപ്പോൾ ഒരു റോയിലെ കംപ്ലീറ്റ് സ്പേസും പ്രിന്റ് ആയിട്ട് നെക്സ്റ്റ് റോയിലോട്ട് പോകാൻ പാടുള്ളൂ. അപ്പം നിങ്ങളിവിടെ LN കൊടുത്തു കഴിഞ്ഞാൽ എത്ര സ്പേസ് ഉണ്ടോ അത് നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ആവും. അതുകൊണ്ട് എപ്പോഴും കൊടുക്കേണ്ടത് system.out.print എന്നാണ്. ഓക്കെ, അപ്പം നിങ്ങൾ സ്പേസ് പ്രിന്റ് ചെയ്തു. ഇനി എന്താണ്, സ്റ്റാർ പാറ്റേൺ പ്രിന്റ് ചെയ്യണം. അപ്പോൾ സ്റ്റാർ പാറ്റേൺ എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഏറ്റവും മുകളിലത്തെ റോയിൽ 5 സ്റ്റാർ ഉണ്ട്. സ്റ്റാറിന്റെ ഓർഡർ ഡിക്രീസ് ചെയ്ത് വരികയാണ്. സ്പേസ് കൂടുകയും സ്റ്റാറിന്റെ എണ്ണം കുറഞ്ഞു വരികയും ചെയ്യാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഈ സ്റ്റാറിനെ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു 4 ലൂപ്പ് എഴുതുക. അപ്പോൾ കൊടുക്കുക for int k = അപ്പോൾ കെയുടെ വാല്യൂ ആദ്യം തുടങ്ങുന്ന എത്രയാണ്, 5 അല്ലേ, 5 സ്റ്റാർ അല്ലേ? ഓക്കെ, അപ്പോൾ k greater than or equal to I, k
മൈനസ് മൈനസ് കൊടുക്കുക. എന്നിട്ട് സിസ് ഔട്ട് സ്റ്റാർ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു പർട്ടിക്കുലർ റോയിലെ സ്പേസ് നമ്മൾ പ്രിന്റ് ചെയ്തു, സ്റ്റാർ പ്രിന്റ് ചെയ്തു. അപ്പോൾ എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലൈനിലായിരിക്കും സ്റ്റാർ പ്രിന്റ് ആവുന്നത്. അതുകൊണ്ട് ഇവിടെയും പ്രിന്റ് കൊടുക്കുക. ഓക്കെ, അതായത് നമ്മൾ ഏത് റോയിൽ നിൽക്കുന്നോ അവിടുത്തെ സ്പേസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, സ്റ്റാറും കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം അത് നെക്സ്റ്റ് റോയിലോട്ട് പോയിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രിന്റ് എലൻ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. മനസ്സിലായല്ലോ? അതായത് ഈ രണ്ട് കാര്യങ്ങളും സ്പേസിങ്ങും സ്റ്റാറും പ്രിന്റ് ആയതിനു ശേഷം മാത്രമേ നെക്സ്റ്റ് ലൈനിലോട്ട് വരാൻ പാടുള്ളൂ. ഇപ്പോൾ പിടികിട്ടിയല്ലോ? ഇതിപ്പോൾ മനസ്സിലായില്ലെങ്കിൽ പറയാം. ഇപ്പം ആദ്യം എന്താണ്, ഐയുടെ വാല്യൂ 1 ആണ്, ശരിയല്ലേ? ഐയുടെ വാല്യൂ 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണോ? അതെ, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ആണല്ലോ. അപ്പോൾ അകത്തോട്ട് കയറും. എന്നിട്ട് ഇപ്പോൾ ജെയുടെ വാല്യൂ ആദ്യം എത്രയാണ്? 1 ആണ്, ശരിയല്ലേ? അപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഐ ആണോ? അതായത് ജെയുടെ വാല്യൂ ഇപ്പോൾ 1 ആണ്, ഇതിൻ്റെ വാല്യൂ 1 ആണ്. അപ്പോൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്, ശരിയല്ലേ? അപ്പോൾ ഈ ലൂപ്പിനകത്തോട്ട് കയറിയിട്ട് ആദ്യത്തെ സ്പേസ് പ്രിന്റ് ആവും. അപ്പോൾ നമുക്ക് ആദ്യം ഒരു സ്പേസ് പ്രിന്റ് ആയി. അത് കഴിഞ്ഞ് വീണ്ടും ജെയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 2 ആയി. ഓക്കെ, അപ്പോൾ വീണ്ടും ചെക്ക് ചെയ്യും 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണോ എന്ന്. അല്ല, അപ്പോൾ കണ്ടീഷൻ തെറ്റിയേ. അപ്പോൾ ഇത് ഈ ലൂപ്പിൽ നിന്ന് പുറത്ത് വരും. എന്നിട്ട് ഈ ലൂപ്പിനകത്തോട്ട് കയറും. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്, കെയുടെ ആദ്യത്തെ വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. ഐയുടെ വാല്യൂ ഇപ്പോഴും 1 ആണ്, നമ്മൾ ഫസ്റ്റ് റോയിലല്ലേ. അപ്പോൾ 5 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. അതെ, അപ്പോൾ എന്ത് ചെയ്യും, ആദ്യത്തെ സ്റ്റാർ പ്രിന്റ് ആവും. അത് കഴിഞ്ഞ് കെ ഡിക്രിമെന്റ് ആയി 4 ആയി. ഓക്കെ, 4 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. അതെ, അപ്പോൾ അടുത്ത സ്റ്റാർ പ്രിന്റ് ആയി. ഓക്കെ, വീണ്ടും കെ ഡിക്രിമെന്റ് ആയി 3 ആയി. 3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണല്ലോ. അതെ, അപ്പോൾ അടുത്ത സ്റ്റാർ പ്രിന്റ് ആയി. വീണ്ടും ഡിക്രിമെന്റ് ആയി 2 ആയി. 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. വീണ്ടും ഒരു സ്റ്റാർ പ്രിന്റ് ആയി. അത് കഴിയുമ്പോൾ ഡിക്രിമെന്റ് ആയി 1 ആയി. 1 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്, ശരിയല്ലേ? അപ്പോൾ അടുത്ത സ്റ്റാർ പ്രിന്റ് ആയി. വീണ്ടും ഇത് ഡിക്രിമെന്റ് ആയി 0 ആവും. 0 ആകുമ്പോൾ എന്ത് പറ്റും, 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 അല്ല, ശരിയല്ലേ? അപ്പോൾ ഇവിടെ വെച്ച് ഈ കണ്ടീഷൻ തെറ്റും. അപ്പോൾ ഒന്നും പ്രിന്റ് ആവത്തില്ല. പുറത്ത് വന്നിട്ട് ഒരു നെക്സ്റ്റ് ലൈൻ പ്രിന്റ് ചെയ്യും. പിടികിട്ടിയല്ലോ? അപ്പോൾ ഇപ്പോൾ ഓരോ തവണ ഈ കണ്ടീഷൻ എക്സിക്യൂട്ട് ചെയ്തപ്പോഴും 1, 2 ഈ 1 എത്തുന്നിടം വരെ ഓരോ സ്റ്റാർ പ്രിന്റ് ചെയ്യും. അങ്ങനെയാണ് 5 സ്റ്റാർ പ്രിന്റ് ചെയ്യുന്നത്. ഒരു സ്പേസിന് ശേഷം 5 സ്റ്റാർ. പിടികിട്ടിയല്ലോ? എന്നിട്ട് നെക്സ്റ്റ് ലൈനിലോട്ട് വന്നു. അപ്പോൾ പിന്നെ എന്ത് പറ്റും, ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ആയി 2 ആയി. സെക്കൻഡ് റോ ആയി ഇപ്പോൾ. അപ്പോൾ വീണ്ടും ഇത് ആദ്യം തൊട്ട് എടുക്കും. മനസ്സിലായല്ലോ? ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്താണ് ഇത് പ്രിന്റ് ആവുന്നത്. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൺ ചെയ്യുമ്പോൾ സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഇതാ, ഒരു സ്പേസ് ഇട്ടിട്ട് 5 സ്റ്റാർ, 2 സ്പേസ് ഇട്ടിട്ട് 4 സ്റ്റാർ, അങ്ങനെ കറക്റ്റായിട്ട് പ്രിന്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ 5 ആയിരിക്കത്തില്ല, 10 20 ഉള്ളതായിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ മാറ്റി കൊടുക്കേണ്ടതിന് പകരം വേണമെങ്കിൽ യൂസറുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ ഈ ലൂപ്പിനകത്ത് മാറ്റി കൊടുക്കണ്ട. അപ്പോൾ സിസ് ഔട്ടിനകത്ത് എൻ്റർ റോ കൗണ്ട് എന്ന് കൊടുക്കുക. എന്നിട്ട് സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് വാങ്ങിക്കുക. സ്കാനർ SE ഈക്വൽ ടു ന്യൂ സ്കാനർ system.in എന്ന് കൊടുക്കുക. എന്നിട്ട് എന്തായാലും റോ കൗണ്ട് ഇൻറ്റിജർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇൻറ്റ് റോ ഈക്വൽ ടു സ്കാനറിൻ്റെ ഒബ്ജക്റ്റ് ഡോട്ട് നെക്സ്റ്റ് ഇൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മുടെ റോ കൗണ്ട് ഉണ്ട്. ഇനി ഇവിടെ 5 എന്ന് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ഈ റോ പാസ് ചെയ്താൽ മതി. ഓക്കെ, റോ കൊടുത്തു. ഇനി ഇവിടെയും 5 തൊട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത്, അപ്പോൾ ഇവിടെയും റോ എന്ന് കൊടുക്കുക. മനസ്സിലായോ? അതായത് 5 എന്നുള്ളത് റോ കൗണ്ട് ആയിരുന്നല്ലോ. അപ്പോൾ 5 കിടന്ന സ്ഥലത്ത് മാറ്റി റോ എന്നാക്കിയെന്നേ ഉള്ളൂ. അപ്പം നിങ്ങളിത് വീണ്ടും റൺ ചെയ്യുമ്പോൾ റോ കൗണ്ട് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾ 5 എന്ന് കൊടുക്കുമ്പോൾ ഇതാ കറസ്പോണ്ടിങ് അതിനനുസരിച്ച് വരും. ഇനി നിങ്ങൾക്ക് 20 വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതാ സ്ക്രോൾ ചെയ്ത് കാണിക്കാം. ഇതാ കറസ്പോണ്ടിങ് ആയിട്ട് വന്നോളൂ. പിടികിട്ടിയല്ലോ? അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനും ഈ പറഞ്ഞതുപോലെ സ്റ്റാറിൻ്റെ സ്ഥാനത്ത് വേറെ എന്തെങ്കിലും പാറ്റേൺ തരാം, ചിലപ്പോൾ ഡോളർ തരാം. അങ്ങനെ ആണെങ്കിലും ഈ സെയിം രീതി തന്നെ ഇവിടെ പ്രിന്റ് ചെയ്യേണ്ട സാധനം മാത്രം നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ഒരേ പാറ്റേൺ വരികയാണെങ്കിൽ മാത്രമാണ് ഈ രീതിയിൽ പറ്റുന്നത്. അതായത് ഇപ്പോൾ ഡോളർ തന്നെ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു എല്ലാ റോയിലും, അതുപോലെ 1 പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു, അല്ലെങ്കിൽ സ്റ്റാർ പ്രിന്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ വരുമ്പോഴേ ഈ കോഡ് വർക്ക് ആവത്തുള്ളൂ. ഓക്കെ, അതായത് നമ്മൾ അതിനകത്ത് പ്രിന്റ് ചെയ്യുന്ന പാറ്റേൺ സെയിം ആയിരിക്കണം. ഇപ്പോൾ ഞാൻ 1 പ്രിന്റ് ചെയ്യാനാണ് കൊടുത്തത്. ഇപ്പോൾ റോ കൗണ്ട് ഞാൻ കൊടുക്കുകയാണ് 6. ഓക്കെ, അപ്പോൾ അതാ 1. അതുപോലെ 2 എങ്കിൽ 2 അങ്ങനെ മാറ്റി കൊടുക്കാം. പിടികിട്ടിയല്ലോ? അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. താങ്ക് യു.